ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. ഇതിൽ 13, 14, 15 ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. അതിൽ പറഞ്ഞത്, യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു എന്നും സ്വയം ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത് എന്നുമാണ് പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു, മഴ യജ്ഞത്തിൽ നിന്നും ഉണ്ടാകുന്നു, യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. വേദങ്ങൾ ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതായതുകൊണ്ട് സകല വിധത്തിലുള്ള സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്നും നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. 16-ാമത്തെ ശ്ലോകം, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹയ അഘായു ഇന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംവിധാനത്തെ ന അനുവർത്തയതിഹയ, ജീവിതത്തിൽ ആരാണോ സ്വീകരിക്കാത്തത്, അഘായു ഇന്ദ്രിയാരാമോ, അവർ ഇന്ദ്രിയങ്ങളിൽ മാത്രം സംതൃപ്തരായ പാപജീവികളും, മോഖം പാർത്ഥ സജീവതി, നിഷ്ഫലമായി ജീവിക്കുന്നവരുമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യജന്മം എന്തിനു വേണ്ടി ഉള്ളതാണ് എന്നുള്ളതാണ്. മനുഷ്യജന്മം ഭഗവാന്റെ പാദത്തിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ച് എത്തുന്നതിന് വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു ജന്മമാണ്. അതുകൊണ്ട് അർജുനനോട് പറയുന്നു, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സമർപ്പണത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇന്ദ്രിയ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി മാത്രം ജീവിതം നയിക്കുന്ന ഒരുവന്റെ ജീവിതം ഫലം ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ യജ്ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഹോമങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ബ്രാഹ്മണന്മാർ നയിക്കുന്ന യജ്ഞങ്ങളോ ഒന്നും നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. യജ്ഞങ്ങൾ അവരവരുടേതായ കർമ്മങ്ങൾ നിർവഹിക്കുക, ഒപ്പം തന്നെ ഭഗവത് സ്മരണയോടുകൂടി എന്തെല്ലാം വിഭവങ്ങളാണോ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായും ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം ഭക്ഷിക്കുക എന്നുള്ളതുമാണ്. നാമസങ്കീർത്തനത്തിലൂടെ, ഭഗവത് സ്മരണയിലൂടെ, സത്സംഗങ്ങളിലൂടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള ഫലകാംക്ഷയുമില്ലാതെ എന്തെല്ലാമാണോ കഴിക്കുന്നത്, ഉപയോഗിക്കുന്നത്, ഇവ എല്ലാം തന്നെ എനിക്ക് വേണ്ടി അല്ല, ഇത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസാദമായി ഞാൻ സ്വീകരിക്കും എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് വിവിധ ശ്ലോകങ്ങളിലൂടെ നമ്മൾ ഇനി പ്രതിപാദിക്കുന്നത്. എല്ലാം ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഈ ശ്ലോകത്തിൽ അഘായു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹയ അഘായു ഇന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. അഘായു, പാപകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആയുസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളാണ്. നമ്മൾ പാപകർമ്മങ്ങളാണ് ചെയ്യുന്നത്. എന്താ കാരണം? ഭഗവാന് ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇന്ദ്രിയരാമൻ, ആത്മീയരാമനാകേണ്ട നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ദ്രിയരാമന്മാരാണ്. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ. അതായത് ഭഗവാനിൽ നിന്ന് യജ്ഞാവിഷ്ടം ആകാത്ത ഭക്ഷണങ്ങളും മറ്റു ഉപകരണങ്ങളും എന്നിവ കൊണ്ട് സുഖം അനുഭവിച്ച് രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകളാണ് അഘായു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ പൂന്തോട്ടത്തിൽ വിഹരിക്കുകയാണ് നമ്മൾ. ഇന്ദ്രിയങ്ങളുടെ ആരാമം, അതാണ് ഇന്ദ്രിയരാമന്മാർ. ഇന്ദ്രിയരാമന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും ഭഗവാൻ ഒന്നും കൊടുക്കാതെ, എന്തെല്ലാമാണോ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത് അത് ഒന്നും തന്നെ ഭഗവാന് കൊടുക്കാതെ പൂർണ്ണമായും നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഇന്ദ്രിയ രാമന്മാരായിട്ടുള്ള അഘായുക്കളായിട്ടുള്ള
പൂർണ്ണമായും പാപം ചെയ്യുന്നവരായിട്ടുള്ള, പാപകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രം ആയുസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നവരായിട്ടുള്ള നമ്മൾ പാപികളാണ്. ഭഗവാൻ തന്നിരിക്കുന്ന ഈ മനുഷ്യജന്മം പൂർണ്ണമായി ഉപയോഗിക്കാൻ അറിവില്ലാത്തവരാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. യജ്ഞകർമ്മം എന്ന് പറയുമ്പോൾ ഏത് കർമ്മമായാലും ശരീരം കൊണ്ടുള്ളത്, ഏതു തരത്തിലുള്ള യജ്ഞം ചെയ്യുവാൻ യോഗ്യത ഉള്ളവരുടെയും ശരീരം യജ്ഞം കൊണ്ടാണ് നിലനിൽക്കുന്നത്. പാനാദികൾ കൊണ്ട് ശരീരം, അന്നാദികൾ മഴ മൂലമുണ്ടാകുന്നു, മഴ യജ്ഞം മൂലമുണ്ടാകുന്നു. ദേവതകൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് യജ്ഞം നടത്തുന്ന സമയത്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സന്തോഷപൂർണമായി നമുക്ക് മഴ തരുന്നു. ഇങ്ങനെ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുകയാണ്. വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടുള്ള ഈ സംവിധാനം, ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു സംവിധാനമാണ്, ഇതൊരു ചക്രമാണ്. ഒരാളെ പ്രീതിപ്പെടുത്തുന്നു, ആ ആൾ മറ്റേ ആളെ പ്രീതിപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നില്ല എങ്കിൽ, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നില്ല എങ്കിൽ, നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ തന്നെ ഭക്ഷിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് പുണ്യം കിട്ടുക? ഈ ചക്രത്തിൽപ്പെട്ട് നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു തീവണ്ടിയുടെയോ ചക്രം പോലെയാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ ചക്രത്തിൽ നിന്നും ഒരു ചക്രം അകന്നു പോയാൽ എന്തായിരിക്കും? നമ്മൾ വിട്ടുപോയില്ലേ, ഭഗവാനിൽ നിന്നും നമ്മൾ അകന്നുപോയി. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏത് ചക്രമാണോ, വേദ സംവിധാനമാണോ ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ സംവിധാനത്തിലൂടെ അല്ലാതെ നമ്മൾ മാറിപ്പോകുമ്പോൾ ഭഗവാനിൽ നിന്നും അകന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തിൽ സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻപറഞ്ഞ പോലെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികം ശബ്ദമായി തീരുന്ന അല്ലെങ്കിൽ അപായ സാധ്യതയുള്ള ജീവിതമാണ് മുൻപോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നു. 17ാമത്തെ ശ്ലോകം, യത്വം ആത്മരതിയേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ ആത്മനി ഏവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. യത്വം ആത്മരതിയേവ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് ഇന്ദ്രിയരാമന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ പറയുന്നു യത്വം ആത്മരതിയേവ, എന്നാൽ ആത്മരാമനായി. എന്താ ആത്മരാമൻ? ആത്മാവിൻ്റെ പൂന്തോട്ടത്തിൽ സുഖം അനുഭവിക്കുന്നവൻ. ആത്മാവിനാൽ സുഖം അനുഭവിക്കുന്നവരെയാണ് ആത്മരാമന്മാർ എന്ന് പറയുന്നത്. ഈ ശ്ലോകം ആത്മരാമനെ കുറിച്ചാണ് പറയുന്നത്. യത്വം ആത്മരതിയേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ. ഏതൊരു മനുഷ്യനാണോ ആത്മതൃപ്തനായി ഭവിക്കുന്നത്, ആത്മാവിനാൽ സന്തുഷ്ടനായി ഭവിക്കുന്നത്. ആത്മാവിൽ സന്തുഷ്ടം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? ഭഗവത് സ്മരണ വേണം, ഭഗവത് കീർത്തനങ്ങൾ പാടാനുള്ള ആഗ്രഹം വേണം, താൻ ആത്മാവാണ് എന്നുള്ള ബോധം വേണം. ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരം ഒരു ഉടുപ്പ് മാത്രമാണ് എന്നുള്ള അറിവ് വേണം. ഇങ്ങനെയുള്ളൊരു ആത്മരാമൻ ആരാണോ ഇങ്ങനെ ആയിത്തീരുന്നത്, ആത്മനി ഏവച സന്തുഷ്ട, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായി ഇരിക്കുന്നവൻ ആരാണോ, തസ്യ കാര്യം ന വിദ്യതേ, അവന് ചെയ്യപ്പെടേണ്ടതായ കർത്തവ്യം ഒന്നും തന്നെയില്ല എന്നാണ് പറയുന്നത്. താൻ ആത്മാവാണ് എന്നുള്ള ബോധം വരുന്നതിന് വേണ്ടി, താൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധം വരുന്നതിന് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. താൻ ആത്മാവാണ് എന്ന ബോധം വന്നാൽ, ശുകദേവ ഗോസ്വാമി താൻ ശരീരമാണെന്നുള്ള ചിന്തയേ ഉണ്ടായിരുന്നില്ല, ശരീരത്തിലൊരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. 16ാമത്തെ വയസ്സിൽ പരീക്ഷിത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വരുന്ന സമയത്തും ഒരു വസ്ത്രം പോലുമില്ല അദ്ദേഹത്തിന്. താൻ ശരീരമാണെന്നുള്ള യാതൊരു ചിന്തയുമില്ല. അങ്ങനെ വർത്തിക്കുന്നവരാണ്, ആത്മാവിൽ സന്തോഷം കാണുന്നവരാണ്, ഭഗവത് കഥകളും ഭഗവാന്റെ ലീലകളും പ്രചരിപ്പിക്കുന്നതിനും അതിൽ സന്തോഷം കാണുന്നവരുമാണ് ആത്മരാമന്മാർ. ഈ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ശാരീരിക ജീവിതം നയിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവർ കർമ്മത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് മോചിതരാവുകയാണ്. ആത്മജ്ഞാനം ഉണ്ടായി തൃപ്തി ലഭിക്കുമ്പോൾ അവൻ്റെ ജോലി കഴിഞ്ഞു. ആത്മജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. കർമ്മബന്ധങ്ങളെല്ലാം കൊഴിഞ്ഞു വീണ് സ്വതന്ത്രനായി തീർന്നു. പരുന്തുകൾക്കൊരു സ്വഭാവമുണ്ട്. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ, ഏകദേശം 40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ മുൻപോട്ടുള്ള ജീവിതം
നയിക്കുന്നതിന് വേണ്ടി അവർ അവരുടെ കൊക്ക്, അതുപോലെ തന്നെ നഖങ്ങൾ, അതുപോലെ തൂവലുകൾ ഇതെല്ലാം കൊത്തി പറിച്ച് കളയും പുതിയത് വരുന്നതിന് വേണ്ടി. ഇവിടെയും നമുക്ക് ആ ബോധം വന്നു കഴിയുമ്പോൾ, താൻ ആത്മാവാണ് എന്നുള്ള ബോധം വന്നു കഴിയുമ്പോൾ ഈ കർമ്മബന്ധങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി കളയണം. ഇന്ദ്രിയ ആഗ്രഹങ്ങളെല്ലാം ഇതുപോലെ പരുന്ത് ചെയ്തതുപോലെ കൊത്തിപ്പറച്ച് കളയുകയാണ് എങ്കിൽ മാത്രം ആണ് നമുക്ക് ആത്മരാമനായി വർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ ഒഴിവാക്കി കളയണം. അങ്ങനെ കർമ്മബന്ധങ്ങളെല്ലാം തന്നെ കൊഴിഞ്ഞു വീണ് സ്വതന്ത്രനായി ആത്മാവിൽ തന്നെ രമിക്കുന്നത് കൊണ്ട് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവത് കഥകൾ മാത്രം പറയുക എന്നത് മാത്രമേ പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അപ്പുറമുള്ള ആ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം പ്രപഞ്ച ആത്മാവിൻ്റെ സ്വന്തം രൂപത്തിൽ ലയിക്കാൻ സാധിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ താൻ പിന്നെ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചിന്തിച്ച് അയാൾക്ക് ഒരിക്കലും സമയം പാഴാക്കാനുള്ളതില്ല. അയാൾ എത്തിക്കഴിഞ്ഞു. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ താൻ ശരീരമല്ല, ആത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് തൻ്റെ മനസ്സ് വ്യാപരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒഴുക്കിലോടെന്ന പോലെ, എങ്ങനെയാണോ പുഴ ഒഴുകുന്നത് സമുദ്രത്തിലേക്ക് എത്തിച്ചേരാൻ എന്നതുപോലെ മനസ്സിനെ ആ പുഴയിലൂടെ വിട്ടാൽ മാത്രം മതി. ഭഗവത് സേവയിലൂടെ, ഭഗവത് ധ്യാനത്തിലൂടെ എങ്ങനെയാണോ പുഴ ഒഴുകുന്നത് എന്നതുപോലെ മനസ്സിനെയും അതുപോലെ ഒഴുക്കി ഭഗവത് കേന്ദ്രത്തിലേക്ക്, സമുദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ അയാൾക്ക് ചെയ്യാനുള്ളൂ. 18ാമത്തെ ശ്ലോകം. നയേവ തസ്യ കൃതേന അർത്ഥോ ന അകൃതേന ഇഹ കശ്ചന ന ച അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യാപാശ്രയ. ന ഏവ തസ്യ കൃതേന അർത്ഥോ, ന ഏവ അവന് കർത്തവ്യ നിർവഹണം കൊണ്ട് ഒരു കാര്യവുമില്ല. ന അകൃതേന ഇഹ കശ്ചന, കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ന ച അസ്യ സർവഭൂതേഷു, സർവഭൂതങ്ങളിലും അവന് സർവഭൂതങ്ങളിലും കശ്ചിത് അർത്ഥ വ്യാപാശ്രയ, ഒരു തരത്തിലുള്ള ആശ്രയവുമില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് യാതൊന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല എന്ന് പറയുന്നു. നമ്മളൊരു വഴിക്ക് പോവുകയാണ് അല്ലേ, നമുക്ക് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അത് എങ്ങനെയാണ് പോകേണ്ടതെന്നറിയാൻ ആളുകളോട് ചോദിക്കാം. പല രീതികളും നമുക്ക് ഉപയോഗിക്കാം. കാർ ഉപയോഗിക്കാം, ബസ് ഉപയോഗിക്കാം, എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഒരു വഴിയിൽ എത്തുന്നതിന് വേണ്ടി. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ് വന്നത് ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം കർമ്മങ്ങൾ ചെയ്യുക, കർമ്മഫലം ആഗ്രഹിക്കാതെ ചെയ്യുക, ഇതെല്ലാം പറയുന്നത് ആത്മരാമനായി എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. ഭഗവത് സന്നിധിയിലേക്ക് എത്താനുള്ള മാർഗം അന്വേഷിച്ചാണ് നമ്മൾ ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. ഒരിക്കൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള യാതൊരു നിബന്ധനയുമില്ല. ചെയ്താലും കൊള്ളാം, ചെയ്യാതിരുന്നാലും കൊള്ളാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് പൂർണ്ണമായും അതേ സ്ഥിതിയിൽ തന്നെ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഒരിക്കൽ ഭഗവാന്റെ ആശ്രയം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ളവർ, ബ്രഹ്മദേവൻ പോലും ഒരു ജീവിയാണല്ലേ, ജനന മരണങ്ങൾ ഉള്ള ജീവിയാണ് ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മദേവൻ മുതൽ താഴേക്കുള്ള ആരെയും തന്നെ, ഒരു ദേവീ ദേവതമാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അറിഞ്ഞു കഴിഞ്ഞാൽ, താൻ ആത്മരാമനായി വർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ചെയ്യേണ്ടതില്ല. പിന്നീട് ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ കർമ്മം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 19ാമത്തെ ശ്ലോകം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി അചരൻ കർമ്മ പരം ആപ്നോതി പുരുഷഃ. തസ്മാത് അസക്ത സതതം, അതുകൊണ്ട് അനാസക്തനായിട്ട്, ഒന്നിലും ആസക്തിയില്ലാതെ, കാര്യം കർമ്മ സമാചര, കാര്യമായ കർമ്മത്തെ സമാചരിക്കുക, കാര്യമായ കർമ്മത്തെ നിറവേറ്റുക. അസക്തോ ഹി അചരൻ കർമ്മ,
അസക്തോഹി അനാസക്തനായി കർമ്മത്തെ ആചരിക്കുന്നവൻ പരം ആപ്നോതി പുരുഷഃ പരമപദത്തെ പ്രാപിക്കും. അങ്ങനെയുള്ള ഒരാൾ പരമപദത്തെ പ്രാപിക്കുമെന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഫലകാംക്ഷ ഇല്ലാതെ തൻ്റെ കടമയാണ് എന്ന നിലയ്ക്ക് കർത്തവ്യങ്ങൾ നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. ഒരു വീട്ടിലൊരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട്, തൻ്റെ ഭർത്താവിനോട്, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോട് ചെയ്യുന്ന പ്രവർത്തികൾ, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ? വീട് വൃത്തിയാക്കൽ മുതൽ ബാത്റൂം കഴുകുന്നത് മുതൽ കുക്കിംഗ് മുതൽ വസ്ത്രം ക്ലീൻ ചെയ്യൽ, തേക്കൽ, എല്ലാ പ്രവർത്തികളും ആ വീട്ടിൽ അവരാണ് ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതെയാണല്ലേ? ഒരു കാര്യവും മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഭർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ നിഷ്കാമമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും ഇതുപോലെ തന്നെ ആയിരിക്കണം. യാതൊന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കടമയാണ് എന്നുള്ള രീതിയിൽ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക ആണ് എങ്കിൽ ഒരു ഭക്തനെ പരമപദത്തിൽ എത്തിക്കാൻ ഇതിൽ കൂടുതൽ വേറെ യാതൊന്നും വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് പരമപദം എത്തുക എന്നുള്ളത് വലിയ ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ താൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്, തൻ്റെ ജോലി എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്, താൻ ചെയ്യുന്ന ഓഫീസ് ജോലികളും എല്ലാം തന്നെ പരമപദം. എങ്ങനെയാണോ ഭഗവാൻ തന്നെ കൊണ്ട് സേവിക്കാൻ പറ്റുന്നത്, തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതെൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കുടുംബത്തിനെ നയിക്കാനും അതുപോലെ തന്നെ ഭഗവത് സന്നിധിയിലേക്ക് എത്താനുമുള്ളൊരു മാർഗമായി നമ്മൾ ചിന്തിക്കുക ആണ് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു വിഷമമല്ലാതാകും. അതുകൊണ്ട് പുണ്യമായ ഒരു ഫലവും ലഭിക്കും. ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ്. നീ നിന്റെ കർമ്മം ചെയ്യൂ. അതുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് എന്തിനു നീ ചിന്തിക്കണം? ആഗ്രഹങ്ങൾ വെടിഞ്ഞ് താൻ ആത്മാവാണ് എന്നുള്ള ബോധത്തോടു കൂടി കർമ്മം ചെയ്യുവാനാണ് നിർദ്ദേശിക്കുന്നത്. ആഗ്രഹങ്ങൾ വെടിഞ്ഞ്. നമ്മളിപ്പോൾ മിക്കവാറും എല്ലാം ഫാഷനാണ് അല്ലേ? എന്താ ചെയ്യുന്നതെന്ന് ഒരു വീട്ടമ്മയോട് ചോദിക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ അവർ പറയുക, ഞാൻ വേദാന്തം പഠിക്കുകയാണ്, ഞാൻ സംസ്കൃതം പഠിക്കുകയാണ്, ഞാൻ ജ്യോതിഷം പഠിക്കുകയാണ്, ഇതൊക്കെയാണ് പറയുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉപനിഷത്ത് പഠിക്കുകയാണ് എന്നൊക്കെയാണ് പറയുക. അത് വീട്ടമ്മയായാലും എല്ലാവരും, മുതിർന്ന പ്രായമായ റിട്ടയർഡ് ജോലി എല്ലാം കഴിഞ്ഞവർ ഇതാണ് പറയുക മിക്കവാറും ആളുകളും. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിച്ചോ, ഭാഗവതം പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഭഗവത്ഗീതയൊക്കെ എന്നേ പഠിച്ചു എന്നാ പറയാം. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വേറെ യാതൊന്നും വേണ്ട. എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീത. ഈ ഒരു ശ്ലോകം പറഞ്ഞത് നോക്കൂ, ആഗ്രഹങ്ങൾ വെടിഞ്ഞ്. പക്ഷെ പൂർണ്ണമായും ഭഗവത്ഗീത പഠിച്ചു എന്ന് പറയുന്ന ഒരാൾ പോലും ലിപ്സ്റ്റിക് ഇട്ട് പുരുകമെല്ലാം ത്രെഡ് ചെയ്ത് ഏറ്റവും നല്ല പട്ടുസാരിയും അല്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങളും അണിഞ്ഞ് ആണ് ഈ വേദം പഠിക്കാനും അല്ല എന്നുണ്ടെങ്കിൽ ജ്യോതിഷം പഠിക്കാനും എല്ലാം പോകുന്നത് അല്ലേ? ഏറ്റവും വൃത്തിയായി, ഏറ്റവും ഭംഗിയായി, ഏറ്റവും നന്നായി തലമുടിയെല്ലാം ഡൈ ചെയ്ത് സുന്ദരി അല്ലെങ്കിൽ സുന്ദരനായിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് എന്താ പഠിച്ചത്? ഭഗവത്ഗീതയിൽ നിന്ന് പഠിക്കുന്നത് നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല എന്ന് വിചാരിച്ച് അലങ്കോലമായി നടക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകം നമുക്ക് മനസ്സിലായോ? ആ വിധിപ്രകാരമാണോ നമ്മൾ നടക്കുന്നത്? പലപ്പോഴും ഈ എല്ലാ ആഘോഷങ്ങളുടെയും അവസാനം ഹോട്ടലുകളിലാണ് ഭക്ഷണം അല്ലേ? അവിടെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനമാണോ നമ്മൾ കഴിക്കുന്നത്? പിന്നെ എവിടെയാണ് നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കിയത്? എവിടെയാണ് നമ്മൾ ഭഗവത്ഗീത പഠിച്ചത്? ഭഗവാൻ പറയുന്നു, എനിക്ക് സമർപ്പിക്കാത്ത എന്തു നീ ഭക്ഷിച്ചാലും അത് പാപമാണ്. പിന്നെ നമ്മൾ എങ്ങനെയാ ഭക്തന്മാരാവുക? ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഏറ്റവും നല്ല ഹോട്ടലിലേക്ക് ഓടുകയാണ്. കാരണം വിശപ്പ് എത്രയും പെട്ടെന്ന് അടക്കുന്നതിന് വേണ്ടി. അവിടെ ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്നുണ്ട്, അതിന് ക്യൂ നിൽക്കാൻ ആരും പോകാറില്ല. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മസാല ദോശ കഴിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഹോട്ടലിലേക്ക് ഓടുകയാണ്. അവിടെ പ്രസാദം ഉണ്ടെങ്കിൽ പോലും അതിന് കാത്തു നിൽക്കുന്നതിന് നമുക്ക് ക്ഷമയില്ല. പിന്നെ എവിടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? ഒന്നും തന്നെ ആരും പഠിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, എനിക്കെല്ലാം അറിയാം, പക്ഷേ അത് പ്രവർത്തിക്കാനുള്ള മനസ്സില്ല, ഇന്ദ്രിയങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പരാജയം. എവിടെയാണ് നമ്മുടെ തെറ്റ് എന്ന് മനസ്സിലാക്കി ഇന്ദ്രിയങ്ങളെ അടക്കി
എന്താണോ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, ഭഗവാന് സമർപ്പിക്കാത്ത ഭക്ഷണം കഴിക്കുന്നവർ പാപികളാണ്, അവർ ഭക്തരല്ല. എത്ര നേരം ക്യൂ നിന്ന് ഭഗവാനെ തൊഴുത് പുറത്തു വന്നാലും തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരാണവർ. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? ചിന്തിക്കേണ്ട വിഷയമാണ്. ചിന്തിക്കുക, ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുക. മനുഷ്യനായി നമ്മൾ ജനിച്ചു വീണപ്പോൾ മുതൽ ആലോചിക്കാൻ, ചിന്തിക്കാൻ, കർത്തവ്യശേഷികൾ, ഓർമ്മ, സ്വപ്നം കാണാനുള്ള ശേഷി, സാങ്കല്പിക ലോകങ്ങളിൽ ആറാടുകയാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചല്ലേ. ഭയത്തിൽ നിന്ന് തുടങ്ങുന്ന ഭാവന ഇത് മായയാണ്. ഇതെല്ലാം മായയാണ്. താൻ കഴിക്കുമ്പോൾ സുഖം കിട്ടുന്നു എന്ന് തോന്നുന്നത് ഒട്ടകം മുൾച്ചെടികൾ തിന്നുമ്പോൾ അതിൻ്റെ രക്തത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്നത് പോലെയാണ് നമ്മളും അനുഭവിക്കുന്നത്. ചീഞ്ഞ മാംസം ഭക്ഷിക്കുമ്പോഴും നമ്മുടെ വിചാരം അതിന് വളരെയധികം സ്വാദുണ്ട് എന്നുള്ളതാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലവണ്ണം ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് ആ മാംസത്തെയും നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഭാവനയാണ്, മായയാണ്. ആ ഭാവനയിൽ ആറാടുകയാണ് നമ്മൾ. ഈ ബോധം നമ്മളിലേക്ക് വരണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാവന പതുക്കെ പതുക്കെ അക്രമങ്ങളിലേക്കാണ് എത്തിച്ചേരുക. സാങ്കല്പികമായ ഇല്ലായ്മകൾ ആർത്തിയായി മാറും. നമുക്ക് എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹം അത് കിട്ടാതെ വരുന്ന സമയത്ത് അത് ആർത്തിയായി മാറും. നമ്മുടെ ഉള്ളിൽ അക്രമവാസന പുറത്തു വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ദുരന്തങ്ങൾ ഒന്നും തന്നെ പ്രപഞ്ചശക്തിയുമായി താളപ്പൊരുത്തം അനുഭവിക്കാൻ മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കാതിരിക്കും. ഈ ആസക്തിയുടെ വേര് അറക്കുകയാണ് നമ്മൾ വേണ്ടത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ ആന കുളിച്ച് കയറുന്നത് പോലെയാണ് നമ്മൾ. ആന കുളിച്ച് വന്ന് നല്ല സുന്ദരമായിട്ട് ആനയെ കുളിപ്പിക്കും. ഏതെങ്കിലും ഭാഗവതം പറയുന്ന ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരോ അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുന്നവരെ എല്ലാവരുടെയും നല്ല പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ കേൾക്കും. ഒരു ആനക്കാരൻ ആനയെ കുളിപ്പിക്കുന്നത് പോലെ വൃത്തിയായി എല്ലാം കേൾക്കും. എന്നിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ, ആചാര്യൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്പലനടയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുക പൊടിയെല്ലാം എടുത്ത് മേത്തേക്ക് ഇടുക. മൊത്തം ഇത്രയും നേരം കേട്ടത് എല്ലാം വിഫലം. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറച്ചിയോ മീനോ കഴിക്കും. പോയി എന്ത് കാര്യം ഉണ്ടായത്? വീണ്ടും അടുത്ത ഭാഗവതം കേൾക്കാനായി വന്നു ചേരും. വീണ്ടും ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവരും, തേച്ചുറച്ച് കുളിപ്പിക്കും. അത് പോയി കഴിഞ്ഞ് വീണ്ടും പൊടിയെടുത്തെറിയും. ഇങ്ങനെ ഒരു ആവർത്തന ചക്രത്തിൽ കറങ്ങിക്കൊണ്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നാണം തോന്നാതെ, ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം നാണമാണ്. മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ചിന്തയാണ് നമ്മളെ ഒരു പടി പോലും ഭക്തിയിലേക്ക് ഒരു പടി പോലും മുൻപോട്ട് നയിക്കാതെ പുറകിൽ നിന്ന് നമ്മുടെ സാരിയിലും മുണ്ടിലും പിടിച്ച് വലിച്ച് ആക്കുന്ന ചില ആളുകളാണ് നമ്മളെ നയിക്കാൻ, ഭക്തിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാത്തത്. ആദ്യം തന്നെ അതങ്ങ് മുറിച്ച് കളയുക. നാണം, അഹങ്കാരം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയും, ഈ 3 കാര്യങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണം 100 മീറ്റർ ഓടുന്ന പോലെ നമ്മൾ ഓടും. ഈ 3 കാര്യങ്ങൾ ചങ്ങലയിട്ട് വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്തത്. 20ാമത്തെ ശ്ലോകം, കർമ്മണായേവ ഹി സംസിദ്ധിം അസ്ഥിതാ ജനകാദയാ ലോക സംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണ ഏവ ഹി സംസിദ്ധിം, കർമ്മം കൊണ്ട് തന്നെ പരിപൂർണതയിൽ, സംസിദ്ധിം പരിപൂർണതയിൽ, അസ്ഥിത ജനകാദയ ജനകനെ പോലുള്ള രാജാക്കന്മാർ എത്തിച്ചേർന്ന്, ലോക സംഗ്രഹം ഏവാപി സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി, സംപശ്യൻ കർത്തുമർഹസി അവരെ ഓർത്തുകൊണ്ട് കർമ്മം ചെയ്യുവാൻ നീ അർഹിക്കുന്നു എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നവരാണ്. അതുകൊണ്ട് സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സാമാന്യ ജനങ്ങൾ, നമ്മളെപ്പോലുള്ളവരെ, നമ്മളെപ്പോലുള്ള ബുദ്ധിശൂന്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്താണ് കർമ്മം, എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതിനു വേണ്ടി അർജുന നീ കർമ്മം ചെയ്യൂ എന്ന് പറയുകയാണ്. ഇവിടെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഭഗവത്ഗീതയിലും ഭഗവാനിലും വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പഠിച്ചതുകൊണ്ട് കാര്യമുള്ളൂ.
ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നോ? കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഇത് പ്രാവർത്തികമാണോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? ഇതെങ്ങനെയാണ് കേട്ടത്? ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വന്നാൽ പിന്നെ ഈ ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഇതിൽ വിശ്വസിക്കുക, ഭഗവാനിൽ വിശ്വസിക്കുക, ഭഗവാന്റെ വാക്കുകളിൽ വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ പൂർണ്ണമായും ഇതിൽ മുഴുകി ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ അർജുനനോട് പറയുന്നു, അർജുന, ധർമ്മപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസ്യത പുലർത്തണം. ഭഗവാനും പറയുന്നത് നീ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. ധർമ്മപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്താലും മോക്ഷം കിട്ടും എന്ന് നീ വിശ്വസിക്കൂ. നിന്റെ പ്രവർത്തികൾ, നിന്റെ കർത്തവ്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ നേരായ വഴിയിൽ കൂടി നയിക്കുക എന്ന അവസരം കൂടിയാണ് നിനക്ക് ഇപ്പോഴുള്ളത്. നമുക്കൊരു അവസരമാണ്. അർജുനനെ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു അവസരമാണ്. അർജുനൻ എന്ന നേതാവ് മുമ്പിൽ നിൽക്കുകയാണ്. ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ നേതാവായി നിന്ന് നിന്റെ പുറകിലുള്ള സാമാന്യ ജനങ്ങളെ, ബോധമില്ലാത്തവരെ, ഇരുട്ടിൽ തപ്പുന്നവരെ, അജ്ഞരായിരിക്കുന്നവരെ അവരുടെ കൈപിടിച്ച് മുൻപോട്ട് നയിക്കാനുള്ള ഒരു അവസരമാണ് നിനക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും ഒരു അവസരമാണ്. അർജുനന്റെ പുറകെ എന്താണോ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അത് ഫോളോ ചെയ്ത് അർജുനനോടൊപ്പം പോവുക, ഭഗവത്ഗീത മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കും കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇത് പാഴാക്കരുത്. ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ ഇത് പാഴാക്കരുത്. നമ്മളോടും കൂടിയാണ് പറയുന്നത്, ഈ ഒരു അവസരം പാഴാക്കരുത്. ദുഃഖാർത്തരായി ദുരിതമനുഭവിക്കുന്ന, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവരായ ഇനിയുള്ള തലമുറയ്ക്ക് ഒരു സഹായമാകും നിന്റെ പ്രവൃത്തി എന്ന് ഭഗവാൻ പറയുകയാണ്. കാഴ്ചയുള്ള നീ അന്ധരായി നടക്കുന്ന, മുന്നിൽ നിന്നും കൈപിടിച്ച് ശരിയായ രീതിയിൽ നയിക്കണം. നമുക്ക് ആർക്കും കാഴ്ചയില്ല, നമ്മൾ അന്ധന്മാരാണ്. പക്ഷേ അവിടെ ഒരാൾ കാഴ്ചയുള്ള ഒരാളുണ്ട്. അർജുന, നിനക്ക് കാഴ്ചയുണ്ട്. നീ അന്ധരായി നിന്റെ പുറകിൽ നടക്കുന്നവരെ നയിക്കൂ. ബുദ്ധിയുള്ള ജ്ഞാനിയായ നീ ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അജ്ഞാനിയായിട്ടുള്ള ഈ വരും തലമുറ എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കുക? അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അജ്ഞാനികൾക്ക് അവരുടെ കർത്തവ്യത്തെ എങ്ങനെ നിറവേറ്റാൻ പറ്റും? അറിവുള്ളവർ പറഞ്ഞു കൊടുത്താലേ മറ്റുള്ളവർക്ക് അറിവ് കിട്ടുള്ളേ. ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചയാൾ മറ്റുള്ളവർക്ക് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള വിധം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ അർജുനനോട് പറയുന്നു, നീ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കൂ. എങ്കിൽ മാത്രമേ അജ്ഞരായ അവർക്ക് എങ്ങനെയാണ് ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് നീ കാണിച്ചു കൊടുത്തില്ല എങ്കിൽ പിന്നെ അവർ എങ്ങനെയാണ് എത്തുക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.